അനൂപ് കെആറിലേക്ക് പോകുകയാണ്. അനൂപ വയനാട്ടിലെ തത്സമയ വിവരങ്ങളുമായി ചേർന്നു. അനൂപ, ഏറ്റവും ഒടുവിലെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, വിവരങ്ങൾ എങ്ങനെയാണ്? താൽക്കാലിക പാലം നിർമ്മിച്ചത് രക്ഷാദൌത്യത്തിന് കൂടുതൽ വേഗത നൽകുന്നുണ്ട്. ഏത് നിലയിലാണ് അവിടുത്തെ കാര്യങ്ങൾ? രക്ഷാപ്രവർത്തനത്തിന്റെ സാധ്യമായ എല്ലാ തലങ്ങളും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് വയനാട്ടിൽ ഈ ദുരന്തത്തിന് ശേഷം നടന്ന രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കപ്പെട്ടത്. മന്ത്രിതല സംഘം ഉൾപ്പെടെ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മുണ്ടക്കയിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പിന്നീട് 4 മണിക്ക് രണ്ടാം ഉരുൾപൊട്ടലും ഈ മേഖലയിൽ ഉണ്ടായി. അതിശക്തമായ ഒരു കുത്തൊഴുക്കാണ്, മലവെള്ളപ്പാച്ചിലാണ് ഈ മേഖലയിൽ ആകെ ഉണ്ടായത്. മേലെ മുണ്ടക്കയിൽ നിന്ന് ഉരുൾപൊട്ടി ചൂരൽമലയുൾപ്പെടെയുള്ള ഭാഗത്തേക്ക് ഇരച്ചെത്തിയ മലവെള്ളം ഈ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ മലവെള്ളപ്പാച്ചിൽ നാമാവശേഷമാക്കിയത് ഒരു ഗ്രാമത്തെ തന്നെയാകെയാണ്. ഈ പ്രദേശത്ത് ചൂരൽമല പുഴയ്ക്ക് സമീപത്തുള്ള നിരവധിയായ വീടുകളെല്ലാം തകർത്തുകൊണ്ട് മലവെള്ളപ്പാച്ചിൽ ചാലിയാർ വഴി താഴേക്ക് ഒഴുകിപ്പോയപ്പോൾ നഷ്ടമായത് ഒരുപാട് ജീവനുകളാണ്. ഇനിയും മരണത്തിന്റെ കണക്കുകൾ കൂടുതൽ വ്യക്തമായി പുറത്തു വന്നാൽ അതൊരു പക്ഷേ ഉയർന്ന തോതിലേക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഈ പ്രദേശത്ത് നിന്ന് രക്ഷാപ്രവർത്തകർ പ്രാദേശികമായി അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നു. ആ രീതിയിൽ രക്ഷാപ്രവർത്തനം ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ മേഖലയിൽ ആകെ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ സ്ഥലത്തെത്തി മുണ്ടക്കയിൽ കുടുങ്ങിയവരെ മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള സംവിധാനം അവിടെ ചെയ്തു. അതോടൊപ്പം അവിടെ ഏറ്റവും പ്രധാനമായി രക്ഷാപ്രവർത്തനം തടസ്സമായി ഉണ്ടായിരുന്നത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന പാലം തകർന്നതായിരുന്നു. അത് ആർമി എത്തി അത് സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ആശ്വാസകരമായ ഘട്ടം നമുക്ക് പിന്നിടാൻ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മുണ്ടക്കയിൽ നിരവധി ആളുകളാണ് കുടുങ്ങിപ്പോയിരുന്നത്. അവരെ നേരത്തെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് മണിക്കൂറുകളായി അവിടെ നിന്ന് പലരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയും ഇത്തരത്തിൽ പരിക്കേറ്റവരും ഗുരുതരമായി പരിക്കേറ്റവരും എല്ലാം ഉണ്ട്. അവരെയെല്ലാം ആശുപത്രി സംവിധാനങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ ഉൾപ്പെടെ താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഏതായാലും ഈ സാഹചര്യത്തെ ആരോഗ്യവകുപ്പ് നേരിടുന്നത്. അതോടൊപ്പം സെന്റ് മേരീസ് കോളേജ്, കിലോമീറ്ററുകൾക്കപ്പുറമുള്ള സെന്റ് മേരീസ് കോളേജിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കിയിരിക്കുന്നു. റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഈ മുഴുവൻ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുസജ്ജമായ രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നത്. മരണസംഖ്യ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, വലിയ ശക്തമായ തോതിലാണ് ഉരുൾപൊട്ടൽ ഈ മേഖലയിൽ ഉണ്ടായത്. 2020 ആഗസ്റ്റ് 7-ന് ഒരു സമാനമായ ഉരുൾപൊട്ടൽ ഈ മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ എടുത്ത വലിയ മുൻകരുതൽ നടപടികൾ കൊണ്ട് അതിന്റെ ആഘാതം കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ ശേഷി, അതിന്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു. മുകളിൽ നിന്ന് മലവെള്ളം, ഉരുൾപൊട്ടൽ, കല്ലും മണ്ണും മരവുമെല്ലാം ഒലിച്ചെത്തിയ ഒരു പ്രദേശത്തെയാകെ ചൂരൽമല ടൗണിന്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ചൂരൽമല ടൗണിലെ കടകളെല്ലാം ഒലിച്ചു പോവുകയും അവിടങ്ങളിൽ നിന്നുള്ള വീടുകളിലേക്കെല്ലാം വെള്ളം കയറുകയും മണ്ണ് അടിയുകയും എല്ലാം ചെയ്തു. ഏതായാലും ആദ്യഘട്ടം മുതൽ കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനം ചൂരൽമലയിൽ ആരംഭിക്കുകയും പിന്നീട് അത് തുടർന്ന് ഇപ്പോൾ മുണ്ടക്കയിലേക്ക് എത്തി. മുണ്ടക്കയിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ജീവൻ രക്ഷാ അംഗങ്ങൾ അവിടേക്ക് എത്തുകയും അവർക്ക് ഭക്ഷണ സൗകര്യങ്ങൾ ഉൾപ്പെടെ എത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കൂടുതൽ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ ജില്ലാ ഭരണകൂടം നേരത്തെ അതിന്റെ പ്രാദേശിക സംവിധാനങ്ങൾ കൊണ്ട് ആരംഭിച്ച രക്ഷാപ്രവർത്തനം പിന്നീട് സർക്കാർ തല സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രായോഗികവും ശാസ്ത്രീയവുമായ രീതിയിൽ പുരോഗമിക്കുകയാണ് മുണ്ടക്കയിൽ. അപ്പോഴും നമ്മെ സങ്കടപ്പെടുത്തുന്നത് ഉയരുന്ന മരണസംഖ്യയാണ്. കൂടുതൽ ആളുകൾ ഇപ്പോഴും അവരെ ബന്ധുക്കൾ ഉൾപ്പെടെ നമ്മോട് വിളിച്ചു പറയുന്നത് അവിടെ കൂടുതൽ ബന്ധുക്കളെ നമുക്ക് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഏറ്റവും വലിയ വെല്ലുവിളി മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് രക്ഷാദൌത്യ സംഘത്തിന് കൂടുതലായി എത്താൻ ഉള്ള മാർഗം അതെങ്ങനെയാണ് അനൂപ? അവിടെയാണ് കൂടുതൽ ആളുകൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അവരിലേക്ക് എത്തുക എന്നുള്ളത് ഏത് നിലയിലാണ്?
മുണ്ടക്കയിലേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ സേനാ വിഭാഗങ്ങൾക്ക് എത്താൻ സാധിച്ചു. അവിടെ നിന്ന് കൂടുതൽ ആളുകളെ ഈ മേഖലയിലേക്ക് പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അവർക്ക് ആദ്യം ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശ്യ മരുന്നുകളും ഉൾപ്പെടെ അവിടെ എത്തിച്ചു. പിന്നീട് പ്രാഥമിക ചികിത്സ നൽകി. പിന്നീട് സേനാ വിഭാഗങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ആരോഗ്യ സംവിധാനങ്ങളിലും എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി നടന്നു. ഏതായാലും മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരും. പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഏറ്റവും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത്. ശക്തമായ മഴ ഈ മേലെ മുണ്ടക്കയിലും അതോടൊപ്പം പുഞ്ചിരിമറ്റം, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തുടരുകയാണ്. അതിശക്തമായ മഴ ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ദുർഘടമായിട്ടുള്ളൊരു രക്ഷാപ്രവർത്തനത്തിന് ഒരു അതിസങ്കീർണമായ ഒരു സാഹചര്യം തടസ്സം സൃഷ്ടിക്കുമ്പോഴും അതെല്ലാം മറികടന്നുകൊണ്ട് വിവിധ സേനാ വിഭാഗങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളോട് നിന്നുള്ളവരും റവന്യൂ വകുപ്പ് ജീവൻ അങ്ങനെ വിവിധ വകുപ്പുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിനായി അവരുടെ ഏറ്റവും ഒടുവിൽ അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.